ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രഞ്ജൂസ് ഡ്രീം. രഞ്ജൂസ് ഡ്രീമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും അമ്മയും കൂടി എവിടേക്കാണ് ഈ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മീനുട്ടീനെ മണ്ണുത്തിക്ക് കൊണ്ടുപോകുന്നു. ഞാൻ മുന്നേ പോയിട്ടുണ്ട്. ഈ പ്രാവശ്യം പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡൊക്കെ മാറിയപ്പോൾ എന്താ പറയുക, എവിടേക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പാടത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല, പൂരങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല, എന്തിനു ശ്രീലിക്ക് ഒന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടാ. ആദ്യമൊക്കെ അമ്മയുടെ കൂടെയൊക്കെ ശ്രീലിക്കും അമ്മ എവിടേക്ക് പോകണോ അവിടെ ഞാൻ ഉണ്ടാവും. അങ്ങനെ വലിഞ്ഞു കയറി പോകുന്നുണ്ടായിരുന്ന ഞാനാ ഇപ്പം എവിടേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. പൂരങ്ങൾക്ക് പോലും എനിക്ക് പോകാൻ പറ്റുള്ള, പൂരമൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇനി പൂരം 2-3 പൂരത്തോടുകൂടി തൃശ്ശൂർ പൂരം, ഇരിഞ്ഞാലക്കുട പൂരം, പറപ്പൂക്കാവ് പൂരം അതോടുകൂടി അവസാനിക്കുകയാണ്. പൂരം അവസാനിച്ച്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ശ്രീലിക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചൊക്കെ വീഡിയോ എടുത്തുള്ളതാണ്. അപ്പോൾ അമ്മ ഓരോ ചെടികൾ നോക്കുന്നുണ്ട്, അപ്പം ഞാൻ ഓരോന്നിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പല നഴ്സറീൽസ് നഴ്സറിത്തെ ക്ലിപ്പുകളാണ്. 3-4 കയറിയിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇതൊന്നും എടുത്തിട്ടില്ല, കയറുന്നത് അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. അവിടെ കാണുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ എന്തേലും പറയൂ. അപ്പം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടൊക്കെയുള്ള പ്ലാന്റ്സ് ആണ്. വീട്ടിലതൊക്കെ ഇപ്പൊ സെറ്റായി. അപ്പോൾ അതിൻ്റെ വ്ളോഗ് അടുത്തത് ഇനി വരും. നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ലേറ്റ് ആയിട്ടാണെങ്കിൽ പണ്ടത്തെ നമ്മുടെ ചേഞ്ച് റോസ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഈ ചേഞ്ച് റോസിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പണ്ട് അവിടെ താഴത്തെ ഒരു വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്ന് കൊമ്പൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ നട്ടു. പക്ഷെ വെള്ളത്തിൻ്റെ ക്ഷാമം കൊണ്ടൊന്നും അത് അന്നത്തെ കാലത്ത് പിടിച്ചിട്ടില്ലേ. പിന്നെ ഇന്നത്തെ ഈ ചെറുപ്പം മുതലേ ചെടി ഭ്രാന്താട്ടാ. എവിടെ കണ്ടാലും ചെടി ഒടിച്ചു കൊണ്ടിരുന്ന സ്വഭാവം പണ്ടൊന്നും ഇങ്ങനെ നഴ്സറി പോയി വാങ്ങുന്ന ഒരു ക്യാരക്ടർ അല്ലല്ലോ. അമ്മയുടെ മുന്നത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ചെടി ഭ്രാന്ത് വരാനുള്ള കാരണം അതൊക്കെയാണെന്ന്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് പോയി നോക്കട്ടാ. എൻ്റെ ചാനലിലൊക്കെ കയറിയിട്ട് ഒന്ന് നോക്കണം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികളോട് എന്ന് പറയണമെങ്കിൽ ഭ്രാന്തമായ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ചെടികളോടാണ്. തകർന്നു പോയി. എന്താന്ന് വെച്ചാൽ ചെടികളെ നമ്മൾ എത്ര സ്നേഹിച്ചാലും അവര് നമുക്ക് തിരിച്ച് പൂക്കളായിട്ടും അതൊക്കെ കാണുമ്പോ തന്നെ നല്ല ഹാപ്പിനെസ് ആണ്. ഇവരാണെങ്കിൽ എന്താന്നറിയോ, ഇവരാകുമ്പോ ഇവരുടെ ക്യാരക്ടർ നമ്മൾ മക്കളെ ആരെയും കൂടുതൽ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു സ്വഭാവം എടുക്കും. അത് ചിലപ്പോൾ പറയില്ലേ നമ്മൾ ജെനിസിൻ്റെയാണ്, അതുപോലെയുള്ള സ്വഭാവം. ഇത് നമ്മുടെ ഫാമിലി വ്ളോഗായി പോകുന്നു. അപ്പം നമ്മുടെ ഇതൊരു പുതിയ ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ് ആണ്. നല്ല സൂപ്പർ ഫ്ലവേഴ്സാണ്. ഇത് നമ്മൾ കൊണ്ടുവന്ന് നട്ടു. അല്ല അവിടെ നിന്ന് വരുമ്പോൾ 1-2 ക്ഷീണം പോലെ പറ്റി, ഇതിന് കേടായിപ്പോയി. ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ നല്ല ഓക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഡബിൾ പെറ്റലും പിന്നെ ഇത് അവർ മാറ്റി വെച്ചിരുന്ന, പക്ഷെ അതിൽ സൂപ്പർ നല്ല തിക്ക് പ്ലാന്റ്സും നല്ല വെറൈറ്റി കളേഴ്സും ഉണ്ടായിരുന്നു. കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഇത് കിട്ടിയിരുന്നു. ഇത് അപ്പോഴേക്കും ഓൾറെഡി വണ്ടി വന്നപ്പോ തന്നെ സെയിലായി. വില്ലേജ് അഗ്രോയിലാണ് കേട്ടോ ഈ വീഡിയോ. ഇത് നമ്മൾ അവരിപ്പോ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പൂക്കളുടെ ഒക്കെ. പിന്നെ ഇതെന്താ ബ്രോക്കോളി അല്ലേ നമ്മുടെ അടുത്ത്? ബ്രോക്കോളി അല്ല, ഇത് കെയിലാണ് മോളെ. നമ്മൾ കുറച്ച് റോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ സൂപ്പർ ആട്ടോ. ഇപ്പോഴും നല്ല ബുഷിയായിട്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നുണ്ട്. അത് ഇപ്പൊ പൂവില്ല, ബഡ് വന്നു തുടങ്ങി. വീണ്ടും പൂവ് പോയിട്ടില്ല. 1 മാസം 1.5 മാസമായിട്ട് ഫ്ലവർ പോയിട്ടില്ല കേട്ടാ. അതാണ് അതിന്റെ പ്രത്യേകത. കൊള്ളാട്ടോ. അപ്പം ഓരോ പ്ലാന്റ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. എൻ്റെ അടുത്ത് പണ്ട് നിറച്ചുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവോ? കുറേ സെയിലും ചെയ്തിട്ടുണ്ട് ഞാൻ മറ്റേ ഇതിൻ്റെ കോവിഡ് സമയത്ത്. അപ്പം നമ്മളൊരു 5 നഴ്സറിയിലൊക്കെ കയറിയിട്ടുണ്ടാവുള്ളൂ അല്ലേ? എന്നിട്ട് ആകെ 5 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ. ഞാനാണെങ്കിൽ എന്തോരം വീഡിയോ എടുത്തിട്ടുണ്ടാവും എന്നറിയും. ഞാൻ ഈ ചെടികൾ നോക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇനി ഓട്ടോയിൽ കയറിയിട്ടുള്ള ഒരു ഇത് കാണാം കേട്ടോ. അമ്മ അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് കാണാം. നല്ല ഡീറ്റെയിലാണ് നമ്മളത് ചെടിയൊക്കെ